ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കുമാകാം യൂട്യൂബർ എന്ന സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ലിങ്ക് ഞാനിവിടെ കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്കൊരു യൂട്യൂബ് ചാനൽ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇമെയിൽ ഐ ഡി മാത്രമാണ്. അതേപോലെ നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് ഫുള്ളായിട്ട് കാണുക. ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു ജിമെയിൽ ഐ ഡിയാണ്. ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജിമെയിൽ എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ജിമെയിലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് അറിയാവുന്നവർക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സോ എനിക്ക് ഓൾറെഡി ഒരു ജിമെയിൽ ഐ ഡി ഉണ്ട്. സോ ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇപ്പോൾ വേറൊരു ജിമെയിൽ ഐ ഡി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് താഴെയായിട്ട് വരുന്ന സമയത്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കും. സോ ഫോർ മൈസെൽഫ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, അതേപോലെ പാസ്വേഡ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഏതൊരു ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ നേരത്തെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ഇമെയിൽ ഉണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി, ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആയിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ക്രിയേറ്റ് എ ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഗെറ്റ് സ്റ്റാർട്ടർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ചാനലിനൊരു പേര് കൊടുക്കണം. അപ്പം നിങ്ങൾ ഓൾറെഡി ഈ ജിമെയിൽ ഐ ഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ അക്കൗണ്ടിൻ്റെ നെയിം തന്നെയാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം യൂസ് എ കസ്റ്റം നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ തൽക്കാലം എൻ്റെ നെയിം തന്നെയാണ് കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്കിവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് പിക്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്നോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നോ നിങ്ങൾക്കൊരു പിക്ചർ ഇതിലേക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. ഡിസ്ക്രിപ്ഷൻ ടാബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എന്തിനെ പറ്റിയുള്ളതാണെന്നുള്ളത് നിങ്ങൾക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. മൈ വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ URL ഈ ഒരു ആഡ് URL എന്ന ഓപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ, ഫേസ്ബുക്ക് പ്രൊഫൈൽ, ട്വിറ്റർ പ്രൊഫൈൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ പിക്ചർ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. സോ അതിൽ നമുക്ക് ഇതിൻ്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഒരു ചാനൽ ട്രെയിലർ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചാനൽ ട്രെയിലർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്കിവിടെ ഒരു ഫീച്ചേർഡ് വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫീച്ചേർഡ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ചാനലിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു വ്യൂവർ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കാണിക്കുന്ന വീഡിയോ ആയിരിക്കും ഫീച്ചേർഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ ഓരോ സെക്ഷൻസ്, നമ്മളുടെ ലേ ഔട്ട്, നമ്മളുടെ ചാനലിലേക്ക് ഒരു വ്യൂവർ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ ചാനൽ എന്നുള്ളതിൻ്റെ ലേ ഔട്ടൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രാൻഡിംഗ് എന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ പിക്ചറായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുമ്പോഴോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ആയിരിക്കും ഷോ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ബാനർ ഇമേജ് എന്ന് ഓപ്ഷൻ ഉണ്ട്. ബാനർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അൾട്ടർനേറ്റീവായിട്ട് നോക്കാം. അതായത് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് ബാനർ ഇമേജ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബാനർ ഇമേജ് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പിക്സൽ സൈസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബാനർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ ചാനലിൽ മുകളിൽ GPtech മലയാളം എന്ന് കാണിക്കുന്ന ഈ ഒരു സംഭവമാണ് ബാനർ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാനൽ കസ്റ്റമൈസേഷനിൽ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്കിതിൻ്റെ ബാക്കി സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്കിതിൻ്റെ ഒരു സ്റ്റുഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇതൊരു ഡാഷ്ബോർഡാണ്. അവിടെ നമ്മൾക്ക് കറൻ്റ്ലി നമ്മുടെ ചാനൽ അനാലിറ്റിക്സും സമ്മറിയൊക്കെ കാണാൻ പറ്റും. അത് നമുക്ക് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു സ്റ്റുഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ ചാനലൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ചാനൽ അനാലിറ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിനുശേഷം താഴെ നമ്മുടെ വ്യൂസും അതേപോലെ വാച്ച് ടൈമും നമ്മളുടെ റവന്യൂ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ വീഡിയോസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അനലിറ്റിക്സ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അനലിറ്റിക്സിൽ നമുക്ക് വ്യൂസ്, റീച്ച്, എൻഗേജ്മെൻറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ നമുക്ക് പിന്നീടിലേക്ക് വരാം.
സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ എന്നൊരു ഓപ്ഷനിൽ കാണാൻ പറ്റും. സോ ഇവിടെ ബേസിക് ഇൻഫോ നമ്മുടെ നെയിം കൊടുക്കാം, അതുപോലെ നമുക്കിവിടെ കൺട്രി ഓഫ് റെസിഡൻസ് കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഇന്ത്യ എന്നുള്ളത് നമ്മൾ കൊടുക്കണം, എന്തായാലും മാത്രമേ നമ്മുടെ റെക്കമെൻഡേഷനിലേക്ക് നമ്മുടെ ചാനൽ പോകത്തുള്ളൂ. അതേപോലെ നമുക്കിവിടെ കീവേഡ്സ് കൊടുക്കണം, നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഫസ്റ്റ് കീവേഡായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ പോകാം. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ചാനൽ കിഡ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഓപ്ഷൻ ഐ വാണ്ട് ടു റിവ്യൂ ദി സെറ്റിംഗ് ഫോർ എവരി വീഡിയോ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് യൂട്യൂബ് ചോദിക്കും ഈ ഒരു വീഡിയോ കിഡ്സിന് കാണാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറൻ്റ്ലി യൂട്യൂബിൻ്റെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്സിന് ഫേവറായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, കിഡ്സിന് ഫേവറായിട്ട് ഇല്ലാത്ത വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ അത് കറക്റ്റായിട്ട് കൊടുക്കണം. പക്ഷേ ബ്രാൻഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് ആ ഒരു ലോഗോ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇനി ഫീച്ചർ ലേബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ഫീച്ചേഴ്സ് ദാറ്റ് റിക്വയർസ് ഫോൺ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇവിടെ ഒരു വെരിഫൈ ഫോൺ നമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ വെരിഫൈ എടുക്കണം. ഫോൺ വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് 5 മിനിറ്റുള്ള വീഡിയോസും കസ്റ്റം തംബ്നെയിൽസും ലൈവ് സ്ട്രീമിങ്ങും ഒക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അപ്ലോഡ് ഡിഫാൾട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അപ്ലോഡ് ഡിഫാൾട്ട്സ് എന്നൊരു ഓപ്ഷനകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടാഗ്സിൽ വന്നിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇവിടെ തീർച്ചയായിട്ടും കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാനലൊരു ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടാഗ് വഴിയാണ്. നിങ്ങളിടുന്ന അപ്പം ഇവിടെ നിന്നുള്ള അപ്ലോഡ് ഡിഫാൾട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഈ ഒരു ടാഗ് ഓൾറെഡി വരും. അതേപോലെ ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഏതെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ ഈ അപ്ലോഡ് ഡിഫാൾട്ട്സിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുത്താൽ മതി. അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ലൈസൻസും അതുപോലെ കാറ്റഗറി നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏതൊരു കാറ്റഗറിയിലാണോ വീഡിയോസ് ചെയ്യുന്നത് ആ ഒരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ ലാംഗ്വേജ് ഏത് ഭാഷയിലാണ് നമ്മൾ ചാനൽ ചെയ്യുന്നത് അതും കൃത്യമായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ റെക്കമെൻഡിലും സജഷനിലും ഒക്കെ നിങ്ങളുടെ വീഡിയോസ് പോകത്തുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളുള്ളൂ. ഇനി നമുക്ക് പെർമിഷൻസിലേക്ക് വരാം. പെർമിഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്കിവിടെ വേറൊരു ഇമെയിൽ ഐ ഡിക്ക് നമ്മളുടെ ചാനലിലേക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ട. നിങ്ങൾ പേഴ്സണലായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മോഡറേറ്റേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് അത് വേണ്ട. എഗ്രിമെൻറ്റ്സ്, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മെയിനായിട്ടും ഈ അപ്ലോഡ് ഡിഫാൾട്ട്സ്, ചാനൽസ്, ഈ ഒരു സെറ്റിങ്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ബാക്ക് അടിച്ചിട്ട് ഇത് കണ്ടിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. ഈ ഒരു പെർമിഷൻസും അതേപോലെ അപ്ലോഡ് ഡിഫാൾട്ട്സും ചാനൽസും. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്നത് കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു യൂട്യൂബ് ചാനൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു ചാനൽ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ നമുക്ക് ഈ ഒരു ചാനലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. നിങ്ങൾ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഇത് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇവിടെ ലേറ്റസ്റ്റ് കമൻറ്റ്സ് കാണാൻ പറ്റും. വീഡിയോസ് എന്ന ഓപ്ഷനിൽ വരുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പുറത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ ലൈവ് കാണാൻ പറ്റും, ഇപ്പുറത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ സ്റ്റോറീസ് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് അനലിറ്റിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അനലിറ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലാസ്റ്റ് 28 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് 20 ഡേയ്സിൽ എത്ര വ്യൂസ് വന്നു, എത്ര റവന്യൂ വന്നു, എത്ര വാച്ച് ടൈം വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് തൊട്ടിപ്പുറത്തായിട്ട് റീച്ച്, എൻഗേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കൂടിയുണ്ട്. അത് നമ്മളുടെ ചാനലിലെ അനലിറ്റിക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ചാനലിൻ്റെ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയോ കൂട്ടണോ അല്ലെങ്കിൽ കണ്ടൻറ്റ്സ് ഏതൊക്കെ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് സോഴ്സും കാണിക്കും. ഇനി നമുക്ക് കോപ്പിറൈറ്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടാബ് നോക്കാം. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടാബ് ഇപ്പം എൻ്റെ ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കാണിക്കത്തില്ല. പക്ഷേ നിങ്ങൾ പുതിയതായിട്ടാണ് ചാനൽ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, ഒരു മീറ്റർ പോലെ കാണിക്കും. 4000 മണിക്കൂറും അതേപോലെ 1000 സബ്സ്ക്രിപ്ഷനും. ആ ഒരു മീറ്റർ ഫുൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ മോണിറ്റൈസേഷൻ റിവ്യൂയിലേക്ക് പോയിക്കോളും. ഞാനിവിടെ ചാനൽ ട്രെയിലറോ ഫീച്ചർ വീഡിയോസോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. വീഡിയോ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.